ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ ഒരു വ്ളോഗ് ഇട്ടിട്ട് ഷോർട്സ് ഇടാറുണ്ടെങ്കിലും വ്ളോഗ് നമ്മൾ ഇടാറില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്ന്. മെയിനായിട്ട് കുറച്ചല്ല ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ വ്ളോഗ് ഞാൻ ചെയ്യാത്തതിൻ്റെയും അതേപോലെ ഷോർട്സ് ഇങ്ങനെ വല്ലപ്പോഴും ഇന്നിപ്പം ഈ അയച്ചിട്ടു അടുത്ത അയച്ചിട്ടില്ല, അത് പിറ്റത്തെ അയച്ചിട്ടു അതിന് പിറ്റത്തെ അയച്ചില്ല. അപ്പം അതിൻ്റെ കുറച്ച് റീസണൊക്കെ പറഞ്ഞിട്ട് ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടങ്ങാമല്ലേ? വാ. ചെറിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നിങ്ങളായി ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് എനിക്ക് മാത്രം പേഴ്സണലി ഹാപ്പി ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ ഇടുമ്പോഴേ ഷോർട്സ് ഇടുമ്പോൾ ഞാൻ ഈ ആഴ്ച ഇട്ടു നെക്സ്റ്റ് വീക്ക് ഇട്ടില്ല, നെക്സ്റ്റ് വീക്ക് ഇട്ടു അല്ലെങ്കിൽ പിന്നെ കുറേ ഗ്യാപ്പ് ഇട്ടിട്ടായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇത് യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടെന്ന് അറിയണം എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ട്സും ഫാമിലി അവരൊക്കെ വിചാരിക്കും ഡെയിലി വ്ളോഗ് ഇട്ടുകൂടെ, അങ്ങനെയല്ലേ, അങ്ങനെയാണല്ലോ നമ്മളിപ്പം ചാനൽ തുടങ്ങിയ ടൈമിന് വീഡിയോ ഇടുക, അതേപോലെ തന്നെ കണ്ടൻറ്റ് ഒരുപാട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വീഡിയോ ഇടുക. ഇതിപ്പം ഞാൻ പഠിക്കുന്നുണ്ട്, അപ്പോൾ പഠിക്കുന്നതിൻ്റെ ആ ഒരു ഇതും പിന്നെ വന്ന് വീഡിയോ എടുത്തിടാൻ എടുക്കാനുള്ളൊരു മടിയൊക്കെ ഉണ്ട്. എടുക്കാനുള്ള മടി എന്താണെന്ന് വെച്ചാൽ മെയിൻ റീസൺ എനിക്ക് നല്ലൊരു ഫോൺ ഉണ്ടായിരുന്നില്ല പറഞ്ഞാൽ എല്ലാ ഫോൺ തന്നെ ഭയങ്കര ക്ലാരിറ്റി കമ്മി, ക്യാമറ ഭയങ്കര മോശം, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന എപ്പോഴും ചേച്ചിയുടെ ഫോണിലായിരിക്കും. അപ്പം അവളുടെ ടൈം നോക്കിയിട്ടും പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റും ആ ഒരു ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കുള്ളൂ. അപ്പം ഇനിയിപ്പോൾ പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിലും അവളുണ്ടെങ്കിൽ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കില്ല. കാരണം എൻ്റെ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ട് പഴയൊരു ഫോണാണ്. അപ്പം ഇത് തുടങ്ങാൻ എനിക്ക് ഇഷ്ടമാണെങ്കിൽ പോലും നല്ല വീഡിയോ ഇടണം, നന്നായി അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് പേഴ്സണലി ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ കാണുന്നവരെ നമ്മളടുത്ത് ചോദിക്കും വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇടുന്നില്ല, അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഡെയിലി ഇട്, വ്ളോഗ് ഇടുക, അങ്ങനെയല്ലേ സബ്സ്ക്രൈബേഴ്സ് കിട്ടുക, അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റണ്ടേ. അപ്പോൾ അത് പറ്റുന്നില്ല. പറ്റാതിരിക്കുമ്പം എനിക്ക് സ്വയം ഒരു ഫീൽ തോന്നും, എന്താ ഇടാൻ പറ്റിയില്ലല്ലോ, നല്ലൊരു ഇതില്ലല്ലോ എന്നൊക്കെ. എൻ്റെ വീട്ടിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലും എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തിട്ടു, ഫസ്റ്റ് വീഡിയോ എടുത്തിട്ടു, അപ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആയി. ഞാൻ അറിയാതെ തന്നെ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ തുടങ്ങിയല്ലേ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ വീഡിയോ ഇട്ടിട്ട് ഇപ്പം തന്നെ കളിയാക്കാനാണെങ്കിൽ പോലും ചിലർ ചോദിക്കും എന്താ വീഡിയോ ഇട്ടില്ലേ, വീഡിയോ ഉണ്ടേ, അങ്ങനെ ചോദിക്കും. പഠിക്കണേൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആണ്, നിനക്കൊന്നും പറ്റില്ല, ഇപ്പോൾ യൂട്യൂബിലുള്ള വീഡിയോ ഇട്ട് അങ്ങനെയൊക്കെ പറയണവരുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്, കാരണം അവർ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ പറയുന്നത്. അപ്പോൾ അവർ ഈ കോളേജിൽ, ഇപ്പോൾ ഞാൻ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ കോളേജിലൊരു പരിപാടിക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. പറ്റാതിരിക്കുമ്പം എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കും. അതായത് അവർക്ക് കിട്ടുന്ന ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്സൊക്കെ എനിക്ക് അയച്ചു തരും. അപ്പോൾ അയച്ചു തരുമ്പോൾ ഞാൻ അത് എഡിറ്റ് ചെയ്ത് പിന്നെ ഞാൻ എടുത്ത് ചെറിയ വീഡിയോസൊക്കെ കൂട്ടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ ഷോർട്സ് എനിക്ക് തോന്നുന്നു 1-2 ഇട്ടുണ്ട് കോളേജത്തെ. അപ്പം അതൊക്കെ ഞാൻ ഇടുന്നത് അങ്ങനെയാണ്. അപ്പം എൻ്റെ സപ്പോർട്ട് വന്ന ഫ്രണ്ട്സും ഫാമിലിയാണ്. അവർക്കൊക്കെ ഞാൻ വീഡിയോ ഇടണം, വ്യൂസ് കിട്ടണം, സബ്സ്ക്രൈബ്സ് ഇറങ്ങണം, പഠിക്കുന്നു വേണമെങ്കിൽ വീഡിയോ എടുക്കുക, അങ്ങനെ പറയുന്ന ഒരു ആൾക്കാരാണ് എൻ്റെ കൂടെ ഉള്ളത്. അവർ വിചാരിക്കുന്ന പോലെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവും കേട്ടോ. പിന്നെ ഫൈനലി ഇപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും എൻ്റെ കാര്യം കുറച്ചുകൂടെ പേഴ്സണലി ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡാണ് എനിക്ക്. അപ്പം എനിക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞാൻ വാങ്ങണം, അങ്ങനെയൊക്കെ ഒരു മൈൻഡാണ്. അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കുമ്പം വീട്ടിലറിയാം, വീട്ടിൽ എന്താ പറയുക, വീഡിയോ എടുക്കാൻ എൻ്റെ ഫോൺ കേടാണെന്ന് അറിയാം, ചേച്ചിയുടെ ഫോണാണ് നല്ലത്. അപ്പം അവളുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയാം. അപ്പോൾ അവർക്കും ഉണ്ട് എനിക്കൊരു ഫോൺ വാങ്ങി തരണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ മൈൻഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനമ്മയോടും പറയാതെ എനിക്കൊരു ഫോൺ എടുക്കണം, ആ ഒരു മൈൻഡായിരുന്നു എനിക്കുണ്ടായത്. നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞങ്ങൾക്ക് ആർട്സ് ഡേ വരുന്നുണ്ട്. അപ്പോൾ ആർട്സ് ഡേക്ക് വരുമ്പം എൻ്റെ കോളേജിലെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എടുക്കുന്നില്ലേ, നമുക്ക് വീഡിയോ എടുക്കേണ്ടി, ആർട്സിന് പൊളിക്കണം, അങ്ങനെ ഇടണം, ഇങ്ങനെ ഇടണം, വന്നിട്ട് യൂട്യൂബ് ചാനലിൽ ഇടാം, അതാകുമ്പോൾ നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടും, അവരെന്നെ നമ്മളോട് പറയും. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഫോണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഫോണില്ല, നമുക്ക് പിന്നെ എടുക്കാം, നല്ലൊരു ഫോണായിട്ട് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആർട്സ് ഡേ കവർ ചെയ്യണം, എൻ്റെ കോളേജിലത്തെ ഫംഗ്ഷൻസ്, അതേപോലെ എൻ്റെ പേഴ്സണലി വരുന്നത് എനിക്ക് എപ്പോഴും ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഫൈനലി ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ്, അതായത് ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫിനാൻഷ്യലി നമ്മൾ എന്താ പറയുക, വീട്ടിൽ നിന്ന് വാങ്ങാതെ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തം കാശ് എടുത്തൊരു സാധനം വാങ്ങുമ്പോൾ അത് ഭയങ്കര ഹാപ്പിയാണല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലത്തെ കാശ് എടുത്ത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ സ്വന്തമായിട്ടൊരു ഫോൺ ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാനത് അൺബോക്സ് ചെയ്യണ വീഡിയോ ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഇടുമ്പോൾ എല്ലാവരും ഉണ്ടാവും ആ ഒരു ഫോണൊക്കെ വാങ്ങി, അങ്ങനെയൊക്കെ ഉണ്ടാകും. പക്ഷേ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ പറ്റാത്തതിൻ്റെയും അല്ലെങ്കിൽ അത് നന്നായിട്ട് നമ്മൾ വിചാരിക്കില്ലേ ഇങ്ങനെ വീഡിയോ ഇടണം, അങ്ങനെയൊന്നും എനിക്ക് സ്വയം പറ്റാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫോണില്ല എന്നുള്ളത് മെയിനായിട്ടൊരു കാര്യമായിരുന്നു കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഫോണിൽ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെനിക്ക് ഭയങ്കര തന്നെ ഒരു വിഷമമായിരുന്നു. അപ്പോൾ ഒരു ഫോണ് സ്വന്തമായി ഞാൻ വാങ്ങിയപ്പം ഐ ഫീൽ പ്രൗഡ്. കാരണം ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് നല്ല വീഡിയോസ് എടുക്കാം, നന്നായിട്ട് ഇടാം. കാരണം നമുക്ക് മറ്റുള്ളവരുടെ ടൈം നോക്കണ്ട, ഫോൺ തരുമോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നീ വീഡിയോ എടുത്തത് അയക്കി, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് വീഡിയോ എടുക്കാം, എപ്പോൾ വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം, അതിനുള്ളൊരു ടൈം നമുക്ക് തന്നെ ഉണ്ട്. കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. വലിയ റിച്ച് ഫോണൊന്നുമല്ല, ഐ മീൻ നന്നായി വീഡിയോ എടുക്കാൻ പറ്റും, ക്ലാരിറ്റി ഉണ്ടാവും. എനിക്ക് ഓക്കെയാണ് അങ്ങനത്തെ ഒരു ഫോൺ വാങ്ങി. അപ്പം നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും ഇതെന്ത് ഇത്ര വലിയ കാര്യം, ഈ ഫോണല്ലേ വിചാരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പം അത് നന്നായി നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ വേണം, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പം അത് കിട്ടിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്യുന്നതേ ആ ഫോണിൽ. പിന്നെ ഒരു മെയിനായിട്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ടാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പം ഐ മീൻ ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി,
അതിൽ ഒരു വീഡിയോ ഇടുമ്പോൾ ആരും ഫസ്റ്റ് ഒരു വീഡിയോ തന്നെ ഒരു 1 മില്യൺ അടിച്ച് കയറുന്ന ഒരു വീഡിയോ ഒന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്ന വ്യൂസ് കിട്ടുന്ന ആൾക്കാരായിരിക്കില്ല. പതുക്കെ പതുക്കെയല്ലേ ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമുക്കൊരു സ്റ്റുഡിയോ ഇല്ല, ഒരു ഫോണില്ല, അല്ലെങ്കിൽ ഒരു എഡിറ്റിങ്ങിൻ്റെ സ്കില്ല് ഉണ്ടാക്കിയെടുക്കണേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയാണ് വീഡിയോസ് യൂട്യൂബിൽ ചെയ്യുക എന്ന് മനസ്സിലാക്കി വരുന്ന ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ക്ലിക്ക് അടിപൊളി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്താണെന്ന് അറിയാം, നമ്മൾ ഡെയിലി ഓരോ ഷോർട്സ് കാണുമ്പോഴേ നമ്മുടെ മൈൻഡ് അനുസരിച്ച് ഇത് ബോറാണ്, അല്ലെങ്കിൽ അതാ നല്ലത്, ഇതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അതിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ വോയിസ്, അത് ചെയ്യുന്നതിൻ്റെ അതൊക്കെ വെച്ചിട്ടല്ലേ. ഞാനൊരു വീഡിയോ ഇടുമ്പോൾ എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ഫാമിലി ആണല്ലോ. അപ്പം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നെങ്കിലും ബാക്കി പലരും നമ്മൾ വിചാരിക്കുക എന്താണെന്ന് വെച്ചാൽ നല്ല വീഡിയോ ചെയ്തോളൂ, ഇതിങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത് അവരെ പോലെ ചെയ്യും, ഇവരെ പോലെ ചെയ്യും എന്ന് പറയുമ്പോൾ അവരൊക്കെ അത്രയും പഠിച്ചിട്ടാണ്, നമ്മൾക്ക് അത്രയും അറിയണ്ടാവില്ല അല്ലേ. ഇത് പറയാൻ റീസൺ എന്താണെന്നറിയോ, എൻ്റെ അടുത്ത് ഒരാൾ പറയണമായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യും, അവരെ കണ്ടുപിടിക്കും, ഇവരാണ്. പക്ഷേ അതും ലിമിറ്റ് ഉണ്ട്, നമ്മൾ പഠിച്ച് വരണേ ഉള്ളൂ. ഈ പറയുന്ന ആൾക്കാർ പോലും എന്താ വെറുതെ ഒരു യൂട്യൂബിൽ സ്വന്തമായിട്ടൊരു പേര് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു പിക്ക് പോലും ഇടാതെ ഇരുന്ന് കമൻ്റ് അടിച്ച് വിടുന്ന ആൾക്കാരായിരിക്കും. അവരാണ് നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസ് ക്ലാരിറ്റി കമ്മിയാണ്, അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് വല്ലപ്പോഴാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ അതിനൊരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു ഫോൺ എനിക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ യൂസ് ചെയ്തത് എൻ്റെ അച്ഛൻ്റെ ഫോണാണ്. അതിൻ്റെ ഒരു ലിമിറ്റ് വെച്ച് നോക്കുമ്പം എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ ദൈവം സഹായിച്ച് സ്വന്തമായിട്ടൊരു ഫോൺ വാങ്ങി, അപ്പം ഇനി നോക്കാം, ഇനി ബെറ്ററായിട്ട് നല്ല വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കാനും എടുക്കാനും ഞാൻ നോക്കാം. കാരണം ഉണ്ടല്ലോ, നമുക്ക് അറിയാം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് വരണേ ഉള്ളൂ. അതിലും മിസ്റ്റേക്ക് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞുതരാം. കാരണം എനിക്ക് പേഴ്സണലി ഫീൽ ആയൊരു കാര്യം കേട്ടോ. എൻ്റെ പഴയ ഫോൺ വന്നിട്ട് ചെറിയൊരു ഓപ്പോ ആണ്, ചെറിയൊരു ഫോണായതുകൊണ്ട് സൈഡിൽ ഡിസ്പ്ലേ പൊട്ടിയത് ഞാൻ മാറ്റിയത്. അപ്പം അത് ലൈറ്റ് ഉണ്ടായിരുന്നു, സൈഡിൽ കൂടെ ലൈറ്റ് വരും. ഞാനാ യൂസ് ചെയ്യണമെങ്കിലും സൈഡിലിരിക്കുന്ന ആൾക്ക് ലൈറ്റ് അടിക്കും, അങ്ങനത്തെ ഫോണായിരുന്നു. അപ്പോൾ ക്ലാസ്സിൽ അറിയുന്നവരും ചോദിക്കും നമ്മളോട് ഈ ഫോൺ എന്തെങ്ങനെ അങ്ങനെ ചോദിക്കുമ്പോൾ ഇത് എൻ്റെ ഒരു ഫ്രണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവളാണ് എൻ്റെ എല്ലാ സപ്പോർട്ടിനും നിൽക്കാറ് എൻ്റെ കൂടെ. അപ്പോൾ ഇവളോട് ചോദിച്ചിട്ട് ഞാൻ പോയി ഫോൺ എടുക്കാൻ പോകുമ്പോൾ ഇവളോട് ഞാൻ അഭിപ്രായം ചോദിച്ചു, ഇങ്ങനത്തെ ഫോൺ എടുക്കട്ടെ, എത്ര ഇതുവരെ എടുക്കണം, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഫോൺ എടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ ഫസ്റ്റ് തന്നെ ഈ മൺഡേ വരുമ്പോൾ കൊണ്ടുപോകാം, നമുക്ക് ഈ ലൈറ്റ് അടിക്കണില്ലേ ചോദിച്ചിട്ട് മുന്നിൽ കൂടെ അത് കൊണ്ടുപോകണം എന്നാണ്. അപ്പം അത് കേട്ടപ്പോൾ പേഴ്സണലി എനിക്ക് നല്ല ഫീലായി. കാരണം എന്നേക്കാൾ കൂടുതൽ എന്നെ നീ വീഡിയോ എടുക്കുക, അല്ലെങ്കിൽ നീ ഇത് അത് ചെയ്യ്, വന്ദന അങ്ങനെ ആവണം ഇങ്ങനെ ആ ഒരു മൈൻഡിലുള്ളത് എൻ്റെ ചുറ്റിലുള്ള ആൾക്കാരാണ്. അതൊക്കെ ആലോചിക്കുമ്പം അവർ വിചാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ അവർ എക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം ഭയങ്കര വിഷമമുണ്ട്. അവരൊക്കെ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അവൾ വന്നിട്ട് പഠിക്കും, 1K അടിക്കും, അല്ലെങ്കിൽ 1 മില്യൺ അടിക്കും, അങ്ങനെ വിചാരിക്കുന്ന കുറച്ച് പേരുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ പുതിയ ആൾക്കാരാണ്, ഇതൊന്നും കയറില്ല അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫോൺ ഞാൻ മേടിച്ചു. അപ്പോൾ എല്ലാവരും അറിയിച്ചതാണ്. ഇനിയിപ്പം ചോദിക്കും എന്താ അൺബോക്സിങ് കാണാത്ത ചോദിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ലൊരു ഫോൺ വാങ്ങി ഇനി അങ്ങോട്ടുള്ള ജേണിയിൽ നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിലുണ്ടാവും കുറേ മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, എല്ലാവരും എല്ലാം പഠിച്ച് തരണവരെന്നല്ലല്ലോ. അപ്പോൾ എല്ലാം പറഞ്ഞ് തന്ന് സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിൽക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ ആരെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ടാറ്റ ബൈ. ഇടയിൽ വേറൊരു കാര്യം പറയട്ടെ, ഈ സാധനം ഡെക്കറേഷൻ വെച്ചതല്ല കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ കമൻറ്റ് വരുമായിരിക്കും, ക്യാമറയുടെ മുന്നിൽ പൂ മാറ്റു എന്നൊക്കെ വെച്ചിട്ട്. ബട്ട് ഇത് ഡെക്കറേഷൻ വെച്ചതല്ല, ഇതിൻ്റെ ബാക്കിൽ എൻ്റെ ഒരു മൈക്ക് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടെ വെച്ച് കഴിയുമ്പോൾ എനിക്കൊരു അൺകംഫർട്ടബിൾ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഇറ്റ് ഇസ് നോട്ട് ഡെക്കറേഷൻ. ഞാൻ അത് വന്ന് കമൻറ്റ് ചെയ്തിരുന്നു. പ്ലീസ് ബൈ.